വെൽക്കം ടു മാസ്റ്റർമൈൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിമാൻഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ? ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഇറ്റ് സെൽഫ്, കൺസ്യൂമർ ഇൻകം, ദ പ്രൈസ് ഓഫ് എ റിലേറ്റീവ് കമ്മോഡിറ്റീസ്, കൺസ്യൂമർ ടേസ്റ്റ്. നമ്മൾ ഒരുപാട് ഡിറ്റർമിനൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ടാണ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്, ഒരു വ്യക്തിയുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസുകൾ, കൺസ്യൂമർ ഇൻകം, ഒരു കൺസ്യൂമറുടെ വരുമാനം, ദ പ്രൈസ് ഓഫ് റിലേറ്റീവ് കമ്മോഡിറ്റീസ് പ്രൈസുകൾ, കൺസ്യൂമർ ടേസ്റ്റുകൾ, ഓരോ കൺസ്യൂമർ ടേസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, ഇൻകം, അതുപോലെ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, പോപ്പുലേഷൻ സൈസ്, കൺസ്യൂമർ വെൽത്ത്, ക്രെഡിറ്റ് അവൈലബിലിറ്റി, വായ്പകൾ, ഗവൺമെൻറ് പോളിസീസ്, ഓരോ ഗവൺമെൻറ് പോളിസികൾ, പാസ്റ്റ് ഡിമാൻഡ് ആൻഡ് ഇൻകം ലെവൽ ആർ സം ഓഫ് ദി കീ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ദി മാർക്കറ്റ് ഡിമാൻഡ്. ഈ സംഭവങ്ങളെല്ലാം എന്താവും? മാർക്കറ്റിൽ അഫക്റ്റ് ആവും. ഇതൊക്കെ ഡിമാൻഡ് ഫംഗ്ഷനിൽ പറഞ്ഞ സംഭവമാണ്. എന്തൊക്കെയാണ്? ഒരുപാട് കൺസ്യൂമറുടെ ഇൻകവും കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞ സംഭവം തന്നെയാണ്. പോപ്പുലേഷൻ സൈസുകൾ, കൺസ്യൂമർ ടേസ്റ്റുകളൊക്കെ എന്താവും? എല്ലാം എന്തിനെ ബാധിക്കും? കീ ഫാക്ടേഴ്സ് ആയിട്ട് മാർക്കറ്റ് ഡിമാൻഡ് ഫാക്ടേഴ്സ് ആയിട്ട് എന്തായും ബാധിക്കും. The relation between the quantity of a commodity that is demanded and its many determinants is shown by the demand function. ഡിമാൻഡ് ഫംഗ്ഷനിൽ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? QDN ഈക്വൽ ടു എഫ് ഓഫ് PN, P1, P2, etc. P-1 YSWT PEA. ഇങ്ങനെയാണ് ഡിമാൻഡ് പറയുന്നത്. എന്തൊക്കെയാണ് ഓരോ നമുക്ക് നോക്കാം. QDN എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി N. PN എന്ന് പറയുന്നത് എന്താ? പ്രൈസ് ഓഫ് കമ്മോഡിറ്റി N. എഫ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. പിന്നെ P1, P2 പറഞ്ഞിട്ട് നമ്മൾ PN-1 വരെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രൈസ് ഓഫ് ആൾ അതർ റിലേറ്റഡ് കമ്മോഡിറ്റീസ് എന്നാണ് പറഞ്ഞത്. പിന്നെ അതിൽ പറഞ്ഞാണ് Y. എന്താണ് Y? ഇൻകം ഓഫ് ദി കൺസ്യൂമർ. എസ് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോ എക്കണോമിക് ക്യാരക്ടേഴ്സ് സച്ച് ആസ് ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. W എന്ന് പറയുന്നത് വെതർ. T എന്ന് പറയുന്നത് കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. PE എന്ന് പറയുന്നത് പ്രൈസ് എക്സ്പെക്റ്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. A എന്ന് പറയുന്നത് എന്താണ്? അഡ്വർടൈസ്മെൻറ്റ്. ഇത്രയാണ് ഡിമാൻഡ് ഫംഗ്ഷനിൽ പറയുന്നത്. ഇനി ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ് ഈസ് ആൻ എക്കണോമിക് പ്രിൻസിപ്പിൾ. ഒരു എക്കണോമിക് പ്രിൻസിപ്പിളാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അതായത് ആൾ അതർ ഫാക്ടേഴ്സ് ബിഗിങ് കോൺസ്റ്റന്റ് ഓർ അൺചേഞ്ച്ഡ്. ഓരോ ഡിമാൻഡ് ചിലപ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവില്ല. അതാണ് കോൺസ്റ്റന്റ് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും? അൺചേഞ്ച്ഡ്, വ്യത്യാസമാകും. ആസ് എ പ്രൈസ് ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ്, ഏത് സാധനത്തിൻ്റെയും സേവനങ്ങളുടെയും ആയിക്കോട്ടെ, ഇൻക്രീസ് അതെന്ത് ചെയ്യും? കൂടുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് രീതി നിൽക്കും, അവിടെ കറക്റ്റായിട്ട് നിൽക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മാറ്റം വരും. ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ കൺസ്യൂമേഴ്സ് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. ചിലപ്പോൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, മറ്റെന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി. ഈ പറയപ്പെട്ട കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? ദ പ്രൈസ് ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ് ഇൻക്രീസ്. സാധന സേവനങ്ങളുടെയും എന്തോ പ്രൈസ് കൂടുകയാണെങ്കിൽ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ കൺസ്യൂമർ ഡിക്രീസ്. ഡിമാൻഡ് എന്ത് ചെയ്യും? ക്വാണ്ടിറ്റിയുടെ ഡിമാൻഡ് കുറയും. അതുപോലെ തന്നെ നേരെ തിരിച്ചും വരാം. അങ്ങനെ വരികയാണ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി. ആ കമ്മോഡിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കുറയും. ദ ലോ ഓഫ് ഡിമാൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ദാറ്റ് ആസ് ദ പ്രൈസ് ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ് ഇൻക്രീസ്. ഏതൊരു ഗുഡ്സ് ഓർ സർവീസ് ഇൻക്രീസ് ചെയ്യട്ടെ, കൺസ്യൂമർ ആർ ലെസ് വില്ലിങ് ഓർ ആബിൾ ടു പർച്ചേസ് ഇറ്റ്. പ്രൈസ് കൂടുമ്പോൾ കൺസ്യൂമർ എന്താവും? സ്വാഭാവികമായിട്ട് പർച്ചേസ് ചെയ്യാൻ കുറവായിരിക്കും. വില്ലിങ് എന്താണ്? കുറവായിരിക്കും. സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഡിമാൻഡിൻ്റെ ഒരു ഫിഗറൊക്കെ ഉണ്ട്. ഫസ്റ്റ് എ, പിന്നെ ബി. നമുക്ക് എ നോക്കാം. ഇത് ഈ ഏരിയ പ്രൈസാണ്, ഇത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. ഫസ്റ്റ് എന്തായി? പ്രൈസ് കൂടി, അപ്പോൾ ഡിമാൻഡ് എത്രയായി? 2 ആയി. പിന്നെ പ്രൈസ് കുറഞ്ഞു, അപ്പോൾ ഡിമാൻഡ് എന്തായി? കൂടി. എ സെക്ഷനാണ് നോക്കുക. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇത്. ഈ ഗ്രാഫിൽ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്.
സപ്പോസ് യു പർച്ചേസ് 2 പെൻ, 2 പെന്നുകൾ നമ്മൾ വാങ്ങി, 10 രൂപയ്ക്ക് നമ്മൾ എന്തായി 2 പെന്നുകൾ വാങ്ങി. ഇഫ് പ്രൈസ് ഫാൾ, പ്രൈസ് കുറയുകയാണെങ്കിൽ യു വിൽ ബി ആബിൾ ടു പർച്ചേസ് മോർ പെൻസ്. നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ 2 പെന്നുകൾ 10 രൂപയ്ക്ക് വാങ്ങിയത് പ്രൈസ് കുറയാണ്, നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് പെന്നുകൾ കുറച്ച് വാങ്ങും. സിൻസ് ദ പ്രൈസ് ഓഫ് ദി പെൻ ആൻഡ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദി പെൻ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അത് മറ്റൊരു നിലക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. പ്രൈസ് കുറയുമ്പോൾ ഒരുപാട് വാങ്ങും, പ്രൈസ് കൂടുമ്പോൾ അത് എന്ത് ചെയ്യും? വാങ്ങുന്നത് കുറവായിരിക്കും. വെൻ ദ പ്രൈസ് ഫാൾസ് ടു 6, ഈ പ്രൈസ് എന്താ ചെയ്യുക? 6ക്ക് ഫാൾ ചെയ്യുകയാണെങ്കിൽ, അതായത് കുറയാണെങ്കിൽ യു വിൽ ആബിൾ ടു പർച്ചേസ് 6 പെന്ന്. ഇപ്പം നമ്മൾ 10 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 2 പെന്നെ വാങ്ങിയിട്ടുള്ളൂ. ആ 10 രൂപ ഉള്ളവർക്ക് നമ്മൾ 6 രൂപയ്ക്ക് പെന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 10 രൂപ ആകുമ്പോൾ നമ്മൾ 2 പെന്ന് വാങ്ങിയെടുത്ത് 6 രൂപയാണെങ്കിൽ യു വിൽ ആബിൾ ടു പർച്ചേസ് 6 പെൻ. 2 പെന്ന് വാങ്ങിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? 6 വാങ്ങും. അതെന്തുകൊണ്ടാണ്? പ്രൈസ് കുറഞ്ഞത് കൊണ്ടാണ്. ദിസ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ പെൻ ആർ ഷോൺ ഇൻ ദി അബോവ് ഡിമാൻഡ് കർവ് ഫോർ പെൻ. നമ്മൾ എയും ബിയും നമ്മൾ പറഞ്ഞല്ലോ, ഇതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യും. അതിൻ്റെ ഒരു ഡിസ്കഷനാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് എന്താണ്? നമുക്ക് കാര്യമായിട്ട് പറയാൻ പോകുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ ഡിമാൻഡിൽ ഒരുപാട് ഇലാസ്റ്റിറ്റി ഉണ്ട്. പ്രൈസ് ഇലാസ്റ്റി, ഇൻകം ഇലാസ്റ്റി, ക്രോസ് ഇലാസ്റ്റി, അങ്ങനെ 3 ഇലാസ്റ്റികളുണ്ട്. അപ്പോൾ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? എ കമ്മോഡിറ്റീസ് ഡിമാൻഡ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് പ്രൈസ്, ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ദ ബയേഴ്സ് ഇൻകം. ഈ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കമ്മോഡിറ്റി ഡിമാൻഡ് ഈസ്, ഓരോ കമ്മോഡിറ്റി ഡിമാൻഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വേരിയസ് ഫാക്ടേഴ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, നമ്മൾ കോംപ്ലിമെൻ്ററിയും സബ്സിഡി ഗുഡ്സും പറഞ്ഞല്ലോ, അതിൽ വരുന്നുണ്ട്. ദ ബയ്യർ ഇൻകം, വാങ്ങുന്നവൻ്റെ ഇൻകം നോക്കുന്നുണ്ട്, ടേസ്റ്റ് നോക്കുന്നുണ്ട്, പ്രിഫറൻസ് നോക്കുന്നുണ്ട്, തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇലാസ്റ്റിസിറ്റി ഇൻഡിക്കേറ്റ് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്. ഓരോന്നിൻ്റെയും ഇലാസ്റ്റിക് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് റെസ്പോൺസ് ചെയ്യുന്നത്. എ കമ്മോഡിറ്റി ഡിമാൻഡ് ചേഞ്ചസ് ഇൻ ദി റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ പ്രൈസ്. ഡിമാൻഡ് വ്യത്യാസം വരുമ്പോൾ എന്ത് ചെയ്യും? പ്രൈസിൽ ഇത് വ്യത്യാസം വരും. നമ്മൾ നേരത്തെ ഒരു ഗ്രാഫ് കാണിച്ചിരുന്നു. ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ഇൻകം എക്സെട്ര. അതിൻ്റെ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി ആയിക്കോട്ടെ, വരുമാനം ആയിക്കോട്ടെ, അവരൊക്കെ ഡിമാൻഡ് മാറ്റം വരുമ്പോൾ പ്രൈസും മാറ്റം വരും. ലെറ്റ് us discuss the different types of elasticity of demand. ഈ ഇലാസ്റ്റിക് ഓഫ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സുകളുണ്ട്. ഞാൻ നേരത്തെ 3 കൺസെപ്റ്റുകൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? ഒന്നെന്തായിരുന്നു? പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒന്ന് പ്രൈസ് ഇലാസ്റ്റിക് ഓഫ് ഡിമാൻഡാണ്. ഇലാസ്റ്റിക് ഓഫ് ഡിമാൻഡിൽ ഒന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിക് ആണ്, പിന്നെ ഇൻകം ഇലാസ്റ്റിക് ആണ്, പിന്നെ ക്രോസ് ഇലാസ്റ്റിക് ഓഫ് ഡിമാൻഡാണ്. അപ്പോൾ എന്താണ് പ്രൈസ് ഇലാസ്റ്റിക് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? ദ റേഷ്യോ ഓഫ് ദി പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡിലെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക? ശതമാനം, പെർസെൻറ്റേജ് ശതമാനം വ്യത്യാസപ്പെടാണ്. ടു ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് നോൺ ആസ് പ്രൈസ് ഇലാസ്റ്റിക് ഓഫ് ഡിമാൻഡ്. അതായത് ക്വാണ്ടിറ്റിയിൽ പെർസെൻറ്റേജ് ചേഞ്ച് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? പ്രൈസിലും ചേഞ്ച് വരും. നേരത്തെ പ്രൈസ് കൂടിയപ്പോൾ ക്വാണ്ടിറ്റി ചേഞ്ച് വന്നു, പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ചേഞ്ച് വന്നു. ഇഫ് എ കമ്മോഡിറ്റി പ്രൈസ് ഡ്രോപ്സ് ബൈ 10% while demand increases by 20%. പ്രൈസ് 10% കുറയുകയാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും? 20% കൂടും. നേരത്തെ നമ്മൾ ഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് സംഭവം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതിൻ്റെ ഒരു ഇക്വേഷനാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. എ പെർസെൻറ്റേജ് മാത്തമാറ്റിക്കൽ, ഒരു മാത്തമാറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് പെർസെൻറ്റേജിൻ്റെ ഒരു ഇക്വേഷന്? പെർസെൻറ്റേജ് ഈക്വൽ ടു ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ. ഫൈനൽ എന്ന് പറയുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിലെ വാല്യൂ ഇത്രയാണ്, അത് മൈനസ് അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ ബൈ ഇനീഷ്യൽ വാല്യൂ ഇൻ 100. ഇങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെക്കാറുള്ളത്. ഒരു സാധനത്തിൻ്റെ ഫൈനൽ വാല്യൂ എന്താണ്, പിന്നെ ആദ്യം പറഞ്ഞിട്ടുള്ള എമൗണ്ട് എത്രയാണ്, ഫൈനലായിട്ട് പറഞ്ഞ എമൗണ്ട് എത്രയാണ്,
അത് ആദ്യം പറഞ്ഞ പോണെന്ന് എന്ത് കുറക്കുക, എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കുക. നമുക്ക് മനസ്സിലാക്കാം, ഇഫ് ദി ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഈസ് 100, ഇനീഷ്യൽ ക്വാണ്ടിറ്റി 100 ആണെങ്കിൽ ആൻഡ് ഇത് റൈസസ് ടു 120, 100 നിന്ന് എന്ത് ചെയ്തു 120 കൂടി. ദെൻ ദ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ദി പ്രൈസ് ഈസ്, അങ്ങനെയാണെങ്കിൽ എന്താണ് ഫൈനൽ വാല്യൂ എത്ര വരിക 120. ഇനീഷ്യൽ വാല്യൂ എത്രയായിരുന്നു ആദ്യം 100 ആയിരുന്നു. ഹരിക്കണം 100 ഇൻറ്റു, അതായത് 100 എന്ന് പറയുന്നത് ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു 100, അപ്പോൾ എത്രയായി 20%. അപ്പോൾ അവിടെ എത്ര കിട്ടും 20 കിട്ടും. അതാണ് ഇനീഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ. ഫൈനൽ വാല്യൂ പറഞ്ഞാൽ ഇനീഷ്യൽ ക്വാണ്ടിറ്റി 100 ആയിരുന്നു, അതെന്തായി 120 വന്നു. അപ്പോൾ പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 120 ഫൈനൽ വാല്യൂ വരിക. 120 കൂടി, അവസാനത്തെ കൂടി എത്ര 120. പിന്നെ ഇനീഷ്യൽ ഉണ്ടായിരുന്ന പ്രൈസ് എത്രയും 100 ആയിരുന്നു, അതായിരിക്കണം ഇനീഷ്യൽ വാല്യൂ ഇന്ന് 100. അപ്പോൾ എത്ര കൂടിയത് 20. അതാണ് 20% കാണിക്കുന്നത്. ഇവിടെ കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പിന്നെ എക്സാമ്പിൾ ഓഫ് പ്രൈസ് ഇലാസ്റ്റിക് ഓഫ് ഡിമാൻഡിൽ? ഒന്ന് ഫ്യൂവല് എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ പെട്രോള് കാര്യങ്ങളൊക്കെ അതിൽ പെടും. ഫ്യൂവൽ ഇസ് ജനറലി കൺസിഡേർഡ് ടു ബി പ്രൈസ് ഇൻഇലാസ്റ്റിക് ബിക്കോസ് ഇറ്റ്സ് എ നെസസിറ്റി ഫോർ മെനി പീപ്പിൾ ആൻഡ് ദർ ആർ ഫ്യൂ ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ പെട്രോൾ എല്ലാ പീപ്പിൾസിനും വേണം. അധികം പീപ്പിൾസിനും വണ്ടിയുള്ളവർക്കൊക്കെ എന്ത് വേണം, പെട്രോൾ വേണം. അപ്പം അത് ഇൻഇലാസ്റ്റിക് ആണ്, ഇലാസ്റ്റിക് അല്ല, നമുക്ക് തൊടാം. അതായത് ഇലാസ്റ്റിക് അല്ല, ഇൻഇലാസ്റ്റിക് ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്, ഇറ്റ് ഇസ് എ നെസസിറ്റി ഓഫ് ഫോർ മെനി പീപ്പിൾസ്, എല്ലാ ഒരുവിധം ആൾക്കാർക്ക് എന്താണ് ആവശ്യമുള്ള സാധനം ഫ്യൂവൽ. ഈ ലക്ഷറി ഗുഡ്സ് എന്താണ്, ആഡംബരമായിട്ടുള്ള സാധനങ്ങൾ. എന്തൊക്കെയാണത് ലക്ഷറി ഗുഡ്സ്? സച്ചാസ് ഹൈ എൻഡ് ജ്വല്ലറി, ഗോൾഡുകളൊക്കെ എന്താണ് ലക്ഷറി ഗുഡ്സ് അല്ലേ. അതുപോലെ തന്നെ ഡിസൈനർ, ഹാൻഡ് ബാഗ്സ് ആർ ജനറലി, ഇവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്, ജനറലി ആണ് വായിക്കുക, സോറി, ജനറലി കൺസിഡർഡ് ടു ബി പ്രൈസ് ഇലാസ്റ്റിക് ബിക്കോസ് കൺസ്യൂമേഴ്സ് ഹാവ് എ വൈഡ് റേഞ്ച് ഓഫ് ആൾട്ടർനേറ്റീവ് ആൻഡ് ക്യാൻ ഈസിലി ചൂസ് ടു ബൈ ചീപ്പർ ഗുഡ്സ് ഓർ ഡിലേ ദർ പർച്ചേസ്. ലക്ഷറി ഗുഡ്സുകളൊക്കെ എന്താ ചെയ്യുക, ഈ പറഞ്ഞ ഗുഡ്സുകളൊക്കെ വാങ്ങണമെങ്കിൽ നല്ല ഇൻകമുള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി കസ്റ്റമേഴ്സിന് അറിയാം ഇതിനൊക്കെ എന്താണ് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ചീപ്പർ ഗുഡ്സിൽ കിട്ടുമോ, ചില സമയത്ത് ചീപ്പറാവും, ചില സമയത്ത് എന്താവും പർച്ചേസ് കൂടും. ചീപ്പറാകുമ്പോൾ എന്ത് ചെയ്യും, പർച്ചേസ് കൂടും. അത് ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ഡിലേ ആവും ഒക്കെ ചെയ്യും. അതാണ് ലക്ഷറി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് കൂടുന്ന സംഭവമാണ്. ഇത്രയാണ് പ്രൈസ് ഇലാസ്റ്റി പറയുന്നത്. ഇനി ഇൻകം ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് ഇൻകം ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് പറയുന്നത്? ദ ഡിഗ്രി ടു വിച്ച് എ കമ്മോഡിറ്റീസ് ഡിമാൻഡ് ഈസ് റെസ്പോൺസീവ് ടു എ ചേഞ്ച് ഇൻ ദി ബയേഴ്സ് ഇൻകം. വാങ്ങുന്നവൻ്റെ വരുമാനത്തിൽ മാറ്റം വരിക, ഒരാൾ വാങ്ങുന്ന വരുമാനത്തിൽ മാറ്റം വരിക ഈസ് റിഫർ ടു ആസ് ഇൻകം ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡിൽ എന്ത് ചെയ്യും, മാറ്റം വരുത്തും. ഒരാളുടെ ഇൻകത്തിൽ മാറ്റം വരുമ്പോൾ അവൻ്റെ സാധനം വാങ്ങിക്കുന്നത് എന്താവും, മാറ്റം വരും. അത് തന്നെയാണ് ഒരാളുടെ വാങ്ങുന്നതിൻ്റെ വരുമാനം കുറയാണെങ്കിലും എന്താവും, ഡിമാൻഡിൽ മാറ്റം വരുത്തും. സപ്പോസ് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എ ബയേഴ്സ് ഇൻകം ഇൻക്രീസ്, വാങ്ങുന്നതിൻ്റെ വരുമാനം കൂടി ബൈ 10%, 10% കൂടിയെങ്കിൽ ആൻഡ് ഇസ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഇൻക്രീസ് ബൈ 20%. സാധനം വാങ്ങുന്ന ആളുടെ വരുമാനം 10% കൂടിയാൽ എന്താവും, അവിടെ ഡിമാൻഡ് 20% കൂടും. ഇൻകം ഇലാസ്റ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻ എന്താണ് പറയുന്നത്? പേഴ്സണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ പേഴ്സണൽ ചേഞ്ച് ഇൻ ഇൻകം. ഡിമാൻഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എന്താവും, പേഴ്സണേജ് ചേഞ്ച് ഇൻ ഇൻകം, വരുമാനത്തിലും വ്യത്യാസം വരും. ഇതാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചിരുന്നത്. ഇയർ വൈ ഇസ് ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. വൈ എന്ന് സൂചിപ്പിക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഇൻകം ആയിരുന്നു. ക്യൂ ഇസ് ദ ഒറിജിനൽ ക്വാണ്ടിറ്റി. ക്യൂ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് എന്താണ്, ക്വാണ്ടിറ്റിയാണ്. എ വൈ ഈസ് ദ ചേഞ്ച് ഇൻ ഇൻകം. എ വൈ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻകം ആണ്. എ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ഈസ് ദ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. പിന്നെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇ വൈ എന്ന ഇലാസ്റ്റി 20/10 എന്താണ്, എത്രയാണ്, 2 ആണ്. അത് എങ്ങനെ വരും കൺസ്യൂമറിൽ? പേഴ്സണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് 20 ആണ്, ഇൻകം എത്ര ഉള്ളൂ, 10 ആണ്. അപ്പം 20/10 എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. ഇതെന്താണ് പറയുന്നത്, ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇൻകം കൂടുമ്പോൾ ഇലാസ്റ്റിറ്റി കുറയും, ഇതാവും. വാങ്ങുന്നവൻ്റെ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ്
കുറയും. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് നമ്മൾ പറഞ്ഞത്? സാധനം ബയേഴ്സിൻ്റെ ഇൻകം കൂടുമ്പോൾ 10% കൂടിയാൽ ഡിമാൻഡ് എന്ത് ചെയ്യും? കമ്മോഡിറ്റി എന്ത് ചെയ്യും? 20% കൂടും. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. ഇനി മൂന്നാമതാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. നമ്മൾ 3 ഇലാസ്റ്റിസിറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ അവസാനത്തെ ഇലാസ്റ്റിറ്റിയാണ് പറയുന്നത് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ദ ടേം ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് റിഫേഴ്സ് ടു ഹൗ റെസ്പോൺസീവ് എ കമ്മോഡിറ്റീസ് ഡിമാൻഡ് ഈസ് ടു ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ്സ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ഇറ്റ്. ഇത് ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആവാം. അത് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് റിഫേഴ്സ് ടു ഹൗ റെസ്പോൺസീവ്, എങ്ങനെ ഒരു ജനങ്ങൾ റെസ്പോൺസ് ചെയ്യും, എങ്ങനെ ആ കമ്മോഡിറ്റി റെസ്പോൺസ് ചെയ്യും, എങ്ങനെയൊക്കെ അതിവിടെ വ്യത്യാസം വരുത്താം, എങ്ങനെയൊക്കെ ചേഞ്ച് വരുത്താം. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, ഏതൊക്കെ രീതി നമുക്ക് വ്യത്യാസം വരുത്താം. ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ്സ്, ആ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുത്താം. അതുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയത്താണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ളത്. അത് ഏതൊക്കെ രീതി വരും? നമ്മൾ നേരത്തെ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിലും വരും, അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഗുഡ്സിലും വരും. അതിന് ഇക്വേഷൻ എന്താണ്? പേഴ്സണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ പേഴ്സണൽ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി. റിലേറ്റഡ് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആവാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് പകരം വെക്കുന്ന സാധനമാണ്. കോംപ്ലിമെൻ്ററി അതിന് തുല്യമായിട്ട് അതിൻ്റെ ആ സാധനം ആവണമെങ്കിൽ മറ്റു വസ്തുക്കൾ വേണ്ടി വരും, അതിന് ജോയിൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.